ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാം വീടിൻ്റെ അടുത്തുള്ള സബ് സ്റ്റേഷനുകളിലെല്ലാം എത്തിക്കും. അപ്പോൾ ഇങ്ങനത്തെ സബ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ സ്മാൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് കൺസ്യൂമറെ അടുത്തേക്ക് ഇലക്ട്രിക്കൽ എനർജി, ഈ ഹ്യൂജ് പവറുള്ള ഇലക്ട്രിക്കൽ എനർജി എത്തിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ നമ്മളെ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞ എന്താണ്, ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അവസാനത്ത് നിന്നാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തുടങ്ങുന്നത്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അവസാനത്ത് നിന്ന് അല്ലെങ്കിൽ സ്മാൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ആരംഭിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നും, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്നും ലോ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്നും. ആദ്യമായിട്ട് എന്ത് ചെയ്യുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ഹൈ വോൾട്ടേജ് എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, വേരിയസ് സബ്സ്റ്റേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുക ഏത് വോൾട്ടേജ് റേഞ്ചിലാണ്, 33 kV ടു 220 kV റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പവർ സ്റ്റേഷനിൽ നിന്ന് വേരിയസ് സബ്സ്റ്റേഷനിലേക്ക് നമ്മൾ പവർ എത്തിക്കാറ്. 33 kV ടു 22 kV റേഞ്ചിൽ നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ഡിഫറൻറ്റ് സബ്സ്റ്റേഷനിലേക്ക് നമ്മൾ ഇലക്ട്രിക് പവർ എത്തിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എന്താക്കും, 11 അല്ലെങ്കിൽ 6.6 അല്ലെങ്കിൽ 3.3 റേഞ്ചിലേക്ക് മാറ്റും. ഇങ്ങനെ ആക്കിയതിനു ശേഷം എന്ത് ചെയ്യും, ഡിഫറൻറ്റ് സബ്സ്റ്റേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഇവയെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഇങ്ങനെ വോൾട്ടേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈ വോൾട്ടേജ് സിസ്റ്റം അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുക. അതായത് പ്രൈമറി ട്രാൻസ്മിഷൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നു, ഹൈ വോൾട്ടേജിൽ പ്രൈമറി ട്രാൻസ്മിഷൻ്റെ അവസാനം എന്ത് ചെയ്യുന്നു, 220 അല്ലെങ്കിൽ 33 kV എത്തുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 11 അല്ലെങ്കിൽ 6.6 3.3 റേഞ്ചിലാക്കിയിട്ട് വേരിയസ് സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇങ്ങനെ വേരിയസ് സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ഈ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ വോൾട്ടേജിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എത്രയാക്കുന്നു, 400 വോൾട്ട് ആക്കുന്നു. ഈ 400 വോൾട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിനെ സപ്ലൈ ചെയ്യുന്നു. ഒരു സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ അവസാനം നമ്മളൊരു സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ആ സബ്സ്റ്റേഷനിൽ നിന്ന് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 400 വോൾട്ട് ആക്കുന്നു. ഇവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നു, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറിയും സെക്കൻഡറി അല്ലെങ്കിൽ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും. അപ്പോൾ ഈ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും എന്തായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ്, ഫീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സർവീസ് മെയിൻ എന്നീ രീതികൾ. ഒന്നുകൂടിയും പറയാം, ഫീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സർവീസ് മെയിൻ എന്നീ രീതികൾ. അപ്പോൾ എന്താണ് ഇവിടെ എല്ലാം പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഭാഗങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ്, ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻ എന്നീ രീതികൾ. അപ്പോൾ ഫീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സബ്സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ആ വയറുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫീഡർ എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവ എന്തായിരിക്കും, ഹൈ വോൾട്ടേജ് ആയിരിക്കും. അവയ്ക്ക് എന്തുണ്ടാവില്ല, ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ആ കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫീഡർ എന്നുള്ളത്. അവയ്ക്ക് എന്തുണ്ടായിരിക്കില്ല, ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് അതിൽ നിന്ന് നമ്മൾ എന്ത് ആയിരിക്കില്ല, ഒരുപാട് ഇങ്ങനെ ലൈനുകളൊന്നും വലിക്കുന്നുണ്ടായിരിക്കില്ല, ടാപ്പിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ആ ഫീഡറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്തെടുക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക,
ഡിസ്ട്രിബ്യൂട്ടർ ലൈൻ എന്ന് പറയുക. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുക. ഫീഡറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നു. ഡിസ്ട്രിബ്യൂട്ടറിന് എന്തുണ്ടായിരിക്കും? ഒരുപാട് ടാപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ ലൈന്, കൺസ്യൂമറിലേക്ക് കൊടുക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക? സർവീസ് മെയിൻ എന്ന് പറയുക. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് കൺസ്യൂമറുമായിട്ട് കണക്ഷൻ കൊടുക്കുന്ന ആ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സർവീസ് മെയിൻ നിന്ന്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെയും കൺസ്യൂമറിൻ്റെയും ഇടയിൽ വരുന്ന ആ ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു? സർവീസ് മെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഫീഡർ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ, എന്താണ് സർവീസ് മെയിൻ എന്നുള്ളത്. ഫീഡർ ആദ്യം പറഞ്ഞു. ഫീഡർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഫീഡർ എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടർ തന്നെയാണ്. അവ ഏതൊക്കെ തമ്മിലാണ് കണക്ഷൻ കൊടുക്കുക? സബ്സ്റ്റേഷനും അതേപോലെ തന്നെ ഏത് ഏരിയയ്ക്കാണോ നമ്മൾ ലൈൻ വലിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ, ആ ഡിസ്ട്രിബ്യൂട്ടറും അതേപോലെ സബ്സ്റ്റേഷനും ഇടയിലുണ്ടാകുന്ന ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുക? ഫീഡർ എന്ന് പറയുക. ഇപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഫീഡറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഫീഡർ ഈസ് എ കണ്ടക്ടർ വിച്ച് കണക്ട് ദ സബ്സ്റ്റേഷൻ ടു ദ ഏരിയ വേർ ഈസ് പവർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ. അപ്പോൾ സബ്സ്റ്റേഷനിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന ആ ലൈനിനെ നമുക്ക് എന്ത് പറയാം? ഫീഡർ എന്ന് പറയാം. ഫസ്റ്റത്തെ പോയിൻ്റ് ഓക്കെ ആയി. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ് പറയുന്നത്? നോ ടാപ്പിംഗ് ആർ ടേക്കൺ എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? ആ ഫീഡറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഇതുപോലുള്ള ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നോ ടാപ്പിംഗ് ആർ ടേക്കൺ. അടുത്ത പോയിൻ്റ് എന്താ? കറണ്ട് റിമെയിൻ സെയിം. ആ ഫീഡറിൽ, ആ ലൈനിൽ എന്തായിരിക്കും? എല്ലാ സ്ഥലങ്ങളിലും കറണ്ട് സെയിം ആയിരിക്കും. പിന്നെന്താണ്? അതിന് ഹൈ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഫീഡറിന് എന്തുണ്ടായിരിക്കും? ഹൈ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഏതിനെ കുറിച്ചാണ്? ഡിസ്ട്രിബ്യൂട്ടറെ കുറിച്ചാണ്. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടറാണ്. അതിനെന്ത് പറ്റും? ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കൺസ്യൂമേഴ്സിന് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് എടുക്കുക. ഓക്കെ. കൺസ്യൂമറിന് വേണ്ട സപ്ലൈ എടുക്കുന്നത് ഏതിൽ നിന്നാണ്? ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ നിന്ന് ഒരു മെയിൻ കണ്ടക്ടറിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ലോഡിലേക്ക് നമ്മൾ കണക്ഷൻ എടുക്കുക. അപ്പോൾ ഈ മെയിൻ ലോഡിനെയാണ് നമ്മൾ എന്ത് പറയുക? മെയിൻ കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എന്തുണ്ടാവും? ഒരുപാട് ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് ഡിസ്ട്രിബ്യൂട്ടറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രിബ്യൂട്ടർ ഈസ് എ കണ്ടക്ടർ ഫ്രം വിച്ച് ടാപ്പിങ്സ് ആർ ടേക്കൺ ഫ്രം സപ്ലൈ ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് വേണ്ട സപ്ലൈ ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് എടുക്കുക. അതേപോലെ അടുത്ത പോയിൻ്റ് നമുക്ക് എന്ത് പറയാം? ദ കറണ്ട് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഡ്യൂ ടു ടാപ്പിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഫീഡറിൽ എന്താണ്? ഫീഡറിൽ എല്ലാ സ്ഥലത്തും കറണ്ട് സെയിം ആയിരിക്കുമെന്ന്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറിൽ എങ്ങനെയാണ്? എല്ലാ സ്ഥലത്തും കറണ്ട് സെയിം ആയിരിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ടാപ്പിംഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ കറണ്ട് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കില്ല. അതേപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ കൺസിഡർ ചെയ്യുക? പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജ് ഓഫ് റേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് എത്രയാണോ വോൾട്ടേജ് അതിൻ്റെ 6% കൂടാനും കുറയാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ വോൾട്ടേജ് കൺസിഡർ ചെയ്യുക. അവസാനമായിട്ട് നമുക്ക് വരുന്ന എന്താണ്? സർവീസ് മെയിൻ എന്നുള്ളതാണ്. സർവീസ് മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ കേബിളായിരിക്കും. അവ എന്തൊക്കെ തമ്മിലാണ് കണക്ഷൻ കൊടുക്കുക? ഡിസ്ട്രിബ്യൂട്ടറും കൺസ്യൂമറിൻ്റെ ടെർമിനലും തമ്മിൽ കണക്ഷൻ കൊടുക്കുന്ന ആ സ്മാൾ കേബിളിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സർവീസ് മെയിൻ എന്നുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേമുകളാണ് ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻ എന്നുള്ളത്. അപ്പോൾ ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്മാൾ സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലൈനെ നമ്മൾ എന്ത് പറയുന്നു? ഫീഡർ എന്ന് പറയുന്നു. ഈ ഫീഡറുകൾ തമ്മിൽ ലൈൻ വരയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും. ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എന്തുണ്ടാവും? ഇങ്ങനെ ടാപ്പിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറും കൺസ്യൂമറും തമ്മിൽ കണക്ഷൻ കൊടുക്കുന്ന ലൈനിനെ നമ്മൾ എന്ത് പേര് പറയുന്നു? സർവീസ് മെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം. സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ലൈനുകളെ നമ്മൾ എന്ത് പറയും? ഫീഡർ എന്ന് പറയും.
ഈ ഫീഡറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലൈനുകളെ നമ്മൾ എന്ത് പറയുന്നു? ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നു. ഡിസ്ട്രിബ്യൂട്ടറും കൺസ്യൂമറും തമ്മിൽ കണക്ഷൻ കൊടുക്കുന്ന ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു? സർവീസ് മെയിൻ എന്ന് പറയുന്നു.